അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്നലെ ദഫൻ ചെയ്തതിനെ സംബന്ധിച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടില്ല. എങ്ങനെയായിട്ട് ദഫൻ ചെയ്യേണ്ടത്, അതിലെ രീതി, മയ്യത്ത് ഖബറിൽ കിടത്തേണ്ടത്, അതുമായി സംബന്ധപ്പെട്ട മസ്അലകളൊക്കെ ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്തായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ ഞങ്ങൾ ചർച്ച ആക്കി പോകേണ്ടത് ഈ ദഫൻ ചെയ്തൽ പിന്നെ ചെയ്ത കർമ്മങ്ങളുണ്ട്, പഴയ കാലം മുതൽ തന്നെ സുന്നികൾ ചെയ്തു വന്നോട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് ചില നൂതന ആശയക്കാർ, സലഫി, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, ഇതുപോലത്തെ ചില പുതിയ പുതിയ ആശയക്കാർ അത് തീര അങ്ങനെ ഒന്നുമില്ല, ദഫൻ ചെയ്ത് സീത കൊണ്ടാണ്. അപ്പോൾ ഇസ്ലാം ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു സലഫി എന്തിനെ ചൊല്ല, തബ്ലീഗ് എന്തിനെ ചൊല്ലാണ്ട് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഇങ്ങനേക്കാൾ എത്രയോ 800 വർഷത്തിന് മുന്നോട്ട് വന്ന ഞങ്ങളെ ഇമാമിങ്ങളുള്ളത് അങ്ങ് ആയത്ത് ഹദീസ് വേണ്ടതുപോലെ പഠിച്ചിട്ട് എഴുതി വെച്ചത് അതിന്റെ മസാല ചൊന്നത് ഞങ്ങൾക്ക് അങ്ങ് ചെന്നത് നോക്കിയമി അങ്ങ് അതിനെ സംബന്ധിച്ച് എന്തിനെ ചൊന്നത്. അപ്പൊ സാധാരണ ആത്മാർക്ക് ചിലപ്പോൾ സംശയിക്കും, ഇങ്ങനെ ഇതെല്ലാം കേട്ടിട്ടാകുമ്പോൾ ഇത് വെറുതെ ഞങ്ങ എന്തെങ്കിലും മേല് ഹയാത്തിന് എന്തെങ്കിലും ചെയ്ത് മരിച്ചങ്ങ് ഉപകാരം കിട്ടുക ഇല്ലേ, അപ്പൊ അതെല്ലാം വെറുതെ വെച്ചു. അതിനെ സംബന്ധിച്ച് ഞങ്ങളെ ഇമാമിങ് എന്താ ചെന്നത് അങ്ങനത്തെ ആയത്ത് ഹദീസ് വിശദീകരിച്ചത് ഈ വിഷയത്തിലേക്ക് ഇപ്പൊ ഞങ്ങൾ പോണ്ടേ. പൊതുവായിട്ട് ഞങ്ങൾ ദഫൻ ചെയ്തതിൽ പിന്നെ ആദ്യമായിട്ട് തൽക്കീന്, ജന്നാമത് തസ്ബിയത്ത്, പിന്നെ മയ്യത്ത് വേണ്ടി ഖുർആൻ പാരായണാക്കല്, പിന്നെ മയ്യത്ത് ദ്വാരക്കല്, ദിക്ർ ചൊല്ല്, ഭക്ഷണം സ്വതക്കയാക്കല്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങളെ ഇസ്ലാമിൽ അതിനെ സംബന്ധിച്ച് നബി തങ്ങളെ ഹദീസിൽ നിന്നും സ്വഹാബാക്കളുടെ പ്രവർത്തനത്തിൽ നിന്നും ഖുർആന്റെ ആശയത്തിൽ നിന്നും ഇമാമിങ് എന്തിനെ വിവരിച്ചത് എന്ന ആ ഒരു വിഷയത്തേക്ക് ഇന്ന് ഞങ്ങളൊട്ട് മിദ്ലാജായിട്ടേക്ക് ഇൻഷാ അല്ലാഹ് ചോദ്യോത്തര രീതിയിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങൾ ചൊന്നത് ദഫന്റെ വിഷയം കംപ്ലീറ്റ് ആയിട്ട് ചൊന്നത്. അപ്പൊ ദഫൻ ആയാൽ പിന്നെ അവിടെ കംപ്ലീറ്റ് ആയാൽ പിന്നെ തസ്ബിയത്ത് സ്റ്റാർട്ട് ആക്കുക ഗോതകൊണ്ട് നിങ്ങൾ ചൊന്നത്. അപ്പൊ ഈ തസ്ബിയത്തിന് വിധി, ഇസ്ലാമികമായ വിധി എന്തിന്, അത് മയ്യത്തിക്ക് അത് എങ്ങനെ ഗുണപ്പെട്ടു, അതല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ട് ഇമാമിങ് എന്ത് ചെന്ന് തെളിച്ചോളാമോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു എല്ലാവരും ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനായിട്ടില്ലാറ് ഇമാം നവവി. ഇമാം നവവി റളിയല്ലാഹു അൻഹു അൽ അദ്കാർ എന്ന കിതാബില് അവിടെ ഒരു ഹദീസ് കൊണ്ടുവന്നു. ഇമാം അബൂദാവൂദും ബൈഹഖി ഇമാമും കൊണ്ടുവന്ന ഒരു ഹദീസ്. ആരായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ഹദീസ് നമുക്ക് നോക്കാം. എന്ത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫനിൽ മയ്യിതി വഖഫ അലൈഹി. ഒരു മയ്യത്തിനെ ദഫൻ ചെയ്തതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നിട്ട് ഫഖാല, നബി തങ്ങൾ ചൊല്ലും, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളെ സഹോദരൻ മരിച്ചു കിടക്കലല്ലേ ഓണുകനായിട്ട് നിങ്ങൾ അള്ളാഹുടെ പൊറുക്കളിലേക്ക് വെക്കോളും. വസലൂ ലഹു തസ്ബീത, തസ്ബീത്തിനെ അള്ളാഹുടെ കേൾക്കോളും. തസ്ബീത്ത് നിങ്ങൾ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, ചോദ്യം കേൾക്കുമ്പോൾ പതറാണ്ട് ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക. ആ പിന്നെ ഇത് എന്താ ആ കരുത്ത അവനക്ക് കൊടുക്കുന്നത്, അവന്റെ ചോദ്യത്തെ എതിരിൽ ഉറപ്പിച്ച് നിർത്തുക എന്നായിട്ട്. ഫൈനൗൽ ആന ഇസ്അലു, ഇപ്പോൾ അവനോട് ചോദിക്കപ്പെടും. ഇതാര് ചൊല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ? സഹാബാക്കളെ മറവ് ചെയ്തിട്ടാൽ പിന്നെ നബി തങ്ങൾ എന്താക്കിയത് അവിടെ ധരിച്ച് അവിടെ നിന്നിട്ട് സഹാബാക്കളെ ചൊന്നേക്ക് ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളെ ഈ സഹോദരനുമായിട്ട് നിങ്ങൾ പൊറുക്കളിലേക്ക് കേൾക്കുറവുണ്ട്. രണ്ടാമതായിട്ട് ലഭിച്ചത് തസ്ബിയത്തിലേക്ക് കേൾക്കുക. അതായിട്ട് ഈ തസ്ബിയത്ത് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്. അപ്പോൾ നബിത്തങ്ങൾ ചെയ്തതായിട്ട് ആര്? ഇമാം നവവി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു ഈ ഹദീസ്. മാത്രമല്ല ഖുർആനിൽ ഒരു ആയത്തുണ്ട്, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. പടച്ചവനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം, ഞങ്ങൾക്ക് മുന്നോട്ട് മരിച്ചു പോയെങ്കും പുറത്തു കൊടുക്കാനാണ്. അപ്പൊ ഞങ്ങൾക്ക് മുന്നോട്ട് മരിച്ചു പോയ മുഅ്മിനീങ്ങളാണ് ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ദ്വാരുന്നത് അങ്ങക്ക് ഉപകാരപ്പെടില്ലെങ്കിൽ ഖുർആൻ അങ്ങനെ ദ്വാരൊക്കെ ഓടിപ്പെട്ട ഇല്ല. അപ്പൊ മരിച്ചങ്ങ വേണ്ടി ദ്വാരൊക്കെ ഖുർആനെ പഠിപ്പെട്ടു. അപ്പൊ ഈ തസ്ബീഹത്ത് ചൊല്ലത് ഏത് തന്നെ ആയിട്ടില്ലേ? ദുആ ആയിട്ടില്ലേ? ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസ് എടുത്തത് അബൂദാവൂദും ബൈഹഖി ഇമാമും ബി ഇസ്നാദിൻ ഹസനിൻ, അതിലെ സനദിനെ സംബന്ധിച്ചായിട്ട് ഹദീസിലെ സനദിനെ സംബന്ധിച്ചായിട്ട് ചൊന്നത് ഹസനായ സനദ് എന്നുള്ളത്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ ഹദീസ് ധാരാളം. ഇനി ഇമാം നവവി റളിയല്ലാഹു അൻഹു നിൽക്കണമെങ്കിൽ ലോകം അംഗീകരിക്കുന്ന പണ്ഡിതനായിട്ട് ഇമാം നവവി ചെറിയ വർഷമേ ജീവിച്ചിരുന്നു, 45 വർഷം. പക്ഷെ ജീവനം മുഴുവനും ഇസ്ലാം മുഖേനായിട്ട് ചെലവാക്കിയ വലിയ പണ്ഡിതനായിട്ട്.
അപ്പൊ ഈ തസ്ബിയത്ത് ബീച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അപ്പോൾ തൽക്കീനുണ്ടൊന്ന് ഓതുകൊണ്ടല്ലേ ജനറൽ തൽക്കീൻ ഓതുക അപ്പൊ ഈ തൽക്കീന്റെ വിധി എന്തിരി അത് എങ്ങനെ മയ്യത്ത് ഗുണപ്പെട്ടു അല്ലെങ്കിൽ അതുക്കുള്ള പ്രൂഫ് എന്തിരി അത് തെളിച്ചൊല്ലാമോ? അതേ ഇമാം നവവി റളിയല്ലാഹു അൻഹു അതേ ബാബുമാ യഖൂലു ബഅദ ദഫനി ദഫനാക്കിയാൽ പിന്നെ എന്തിനെ ചൊല്ലണം എന്ന് ചൊന്നിട്ട് അതേ കിതാബിന്റെ അപ്പുറത്തെ പേജിൽ 148 ചൊല്ല് ഫസ്ലുൻ വ അമ്മാ തൽക്കീനുൽ മയ്യിത്തി ബഅദ ദഫനി ദഫനാക്കിയാൽ പിന്നെ മയ്യത്തിന് തൽക്കീൻ ചൊന്നു കൊടുക്കേ തൽക്കീനും ചൊന്നെങ്കിൽ എന്താ വന്നത് ചൊന്നു കൊടുക്കേ എന്നായിട്ട് അതിന്റെ അർത്ഥം നെനപ്പാക്കി കൊടുക്കേ എന്നുള്ളത് എന്ന് വെച്ചാൽ ഫഖദ് ഖാല ജമാഅത്തുൻ കസീറു മിൻ അസ്ഹാബിന ബിസ്തിഹ്ബാബിഹി ഞങ്ങളെ മദ്ഹബിലെ ഇമാമിയങ്ങൾ ഒരു പണ്ഡിതന്മാർ ഒരുപാട് ആ ജമാഅത്ത് ചൊന്നത് ഒരു വിഭാഗം തന്നെ ചൊന്നത് എന്തിനെ അത് സുന്നത്ത് അത് സുന്നത്താണ് എന്ന് ഖാദി ഹുസൈൻ തഹരീഖിൽ ചൊന്നത് അതുപോലെ അബൂ സഈദ് അൽ മുതവല്ലി ഇമാം അദ്ദേഹത്തിന്റെ കിതാബിൽ ചൊന്നത് അൽ ഇമാം സായിദ് അബുൽ ഫത്ത് നസ്ർ ഇബ്നു ഇബ്രാഹിം എന്നാൽ അദ്ദേഹം വിവരിച്ചു ഇങ്ങനെ ഒരുപാട് ഇമാമിയങ്ങളെ പേരെന്താക്കുന്നത് അവിടെ ചൊല്ലുന്നത് അപ്പൊ ഈ തൽക്കീനും ചൊല്ലുന്നത് മയ്യത്ത് ഇപ്പോൾ ചോദിക്കപ്പെടും ഞങ്ങൾ പാട്ട ഹദീസിൽ ചൊന്നല്ലേ അപ്പൊ ആ ഹദീസില് എന്തായിട്ട് ഇപ്പൊ മലക്ക് വന്നിട്ട് ഖബറിൽ ചോദ്യം ചോദിക്കും അപ്പൊ ആ ചോദ്യം കേൾക്കുമ്പോൾ എന്തായിട്ട് ഓർമ്മപ്പെടുത്തി കൊടുക്കലായിട്ട് ഇമാമി അതിനെ സംബന്ധിച്ചത് ഫദക്കിർ ഫൈന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ ഇങ്ങനെ നെനപ്പാക്കി കൊടുക്കുള്ളൂ ഈ നെനപ്പാക്കി കൊടുക്കുന്നത് ആറ് മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്പെട്ട് ഖുർആനിലുണ്ട് അപ്പോ മരിച്ച മയ്യത്ത് എന്താക്കലായിട്ട് അവൻ ഖബറിലെത്തിയ ഫസ്റ്റ് ടൈം ആയിട്ട് അപ്പൊ വിപ്രാളത്തിരിക്കുക അപ്പൊ മരിച്ചു മനുഷ്യൻ ഇല്ലാണ്ടായിക്കൊണ്ടല്ലോ അങ്ങനല്ല പക്ഷെ അവൻ ഒരു ലോകത്തിൽ നിന്ന് പിന്നെ ഒരു ലോകത്തിൽ ഞങ്ങൾ മയ്യത്ത് മരിച്ചാൽ പിന്നെ ആ കൊണ്ടുപോകുമ്പോൾ നല്ല മയ്യത്തെങ്കിൽ വേഗ കൊണ്ടുപോകും ചോദിച്ചു അതൊക്കെ ഹദീസുള്ളത് ഞങ്ങളെ കാത് കേൾക്കില്ല അപ്പൊ ബെടക്ക് മയ്യത്തെങ്കിൽ ബൊബെട്ട് ഞങ്ങളെ കാത് കേൾക്കില്ല ജിന്നിങ്ങനെ കേൾക്കില്ല മൃഗങ്ങൾക്ക് കേൾക്കില്ല ഇതെല്ലാം ഹദീസിലുള്ള വിഷയം തന്നെ ആയിട്ടില്ല അപ്പൊ ഈ മയ്യത്തിനെ മേലെ നിന്നിട്ട് അതായത് കബറുള്ള മേലുള്ള ആളുമാറ് എന്താക്കടെ ഇപ്പൊ ചോദ്യം പറയുമ്പോ ആണ് എത്തിയൊരു ഫസ്റ്റ് ആയിട്ട് കുടുംബത്തിൽ നിന്നും വിരിഞ്ഞു പോണ്ടേ ഒരിക്കും വറകാവാത്തൊരു ലോകത്തിൽ പോണ്ടേ അപ്പൊ ആ അപ്രാളത്തില് ചോദ്യത്തിൽ ചിലപ്പോ ഉത്തര അവനക്ക് ദർദിപ്പായി പോകണ്ട അത് ഓർമ്മപ്പെടുത്തി കൊടുക്കലാണ് ഇനി ഇങ്ങനെയുള്ള അംഗീകരിക്കല് ഇപ്പൊ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി സലഫി തബ്ലീഗെല്ലാം അംഗീകരിക്കുന്ന ഒരാളുണ്ട് അത് ഇബ്നു തീമിയ ഇങ്ങനെ ആശയത്തെ തുടക്കത്താൽ ഇങ്ങനെ എല്ലാ ആശയം അയാൾക്കില്ലേ ഇബ്നു തീമിയ എന്നാലായിട്ട് ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ആശയം ഇങ്ങനെ നേതാവ് അയാളായിട്ട് ആ ഇബ്നു തീമിയക്ക് അയാൾ ഒരു ഫത്താവ് ആട്ടുന്നു മജ്മുഅത്തുൽ ഫത്താവ് ആട്ടുന്നു ഇബ്നു തീമിയത് അതിലെ 12-ാമത്തെ പേജിന് 165-ാമത്തെ പേജില് ഒരു ചോദ്യത്തിന് ഉത്തരം ചെന്നു ഹാദ തൽഖീനുൽ മദ്കൂർ ഖദ് നുഖില അൻ ത്വായിഫത്തിൻ മിന സ്വഹാബ അന്നഹും അമറൂ ബിഹി ഒരുപാട് സ്വഹാബാക്കൾ എന്താക്കിയത് തൽക്കീൻ ചൊന്നു കൊടുക്കുകയായി കൽപ്പിച്ചത് എന്നൊക്കെ ഉണ്ട് وقد ثبت أن المقبور يسأل ويمتحن وأنه يؤمر بالدعاء له ഖബറിൽ ചോദ്യമുണ്ട് അപ്പൊ അവനക്ക് വേണ്ടി ദ്വാരൊക്കെ വേനായി കൽപ്പിക്കപ്പെട്ടത് فلهذا قيل إن التلقين ينفعه فإن الميت يسمع النداء അതുകൊണ്ടായിട്ട് തൽക്കീന് ചൊന്നു കൊടുക്കണം കാരണം മയ്യത്ത് വിളി കേൾക്കുന്നുണ്ട് ഞാൻ ചൊല്ലല്ല ഇത് ഇബ്നു തീമിയ ചൊല്ലി കമാ തബത്ത ഫി സഹീഹ് അത് സഹിയായ ഹദീസിലുണ്ട് അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നഹു ലാ യസ്മഉ ഖർഅൻ യാനി ദഫനാക്കിയിട്ട് പോണ്ടങ്ങളെ ചെറുപ്പുടെ ശബ്ദം മയ്യത്ത് കേൾക്കുന്നുണ്ട് ഹദീസിലുണ്ട് വന്നു ഖാല മാ അൻതും ബി അസ്മഅ ലിമാ അഖൂലു മിൻഹു ഞാൻ നിങ്ങളൊട്ട് നാ ചൊല്ലത് നിങ്ങൾക്ക് കേൾക്കുന്നതിനേക്കാളും ആരാറ് കേൾക്കുന്നത് ഖബറുള്ളവർ കേൾക്കുന്നത് എന്നുണ്ട് മരിച്ചക്ക് സലാം ചൊല്ലുന്ന ഞങ്ങളോട്ട് കൽപ്പിച്ചത് സലാം ചൊന്നെങ്കിൽ അള്ളാഹുടെ രക്ഷ അപ്പൊ ഇതൊക്കെ ഈ തൽക്കീനും ചൊല്ലത് എതിർപ്പെട്ടത് തന്നെ അതിൽപ്പെട്ടത് അപ്പൊ മയ്യത്തിൽ അത് ഓർമ്മപ്പെടുത്തി കൊടുക്കലാണ് അത് ഏത് ഞങ്ങൾക്ക് ഇമാം നവവി റളിയല്ലാഹു അൻഹു ചൊന്നതുണ്ട് അതുപോലെ ഇബ്നു ഹജർ ലൈതമി തുഹഫയിൽ ചൊന്നത് ഫതുഹുൽ മുഈനിൽ ചൊന്നത് ഞങ്ങൾക്കൊക്കെ ചൊന്നത് ധാരാളം തന്നെ ആയിട്ടിരിക്കുന്നത് ഇമാമിനെ ചൊന്നത് ധാരാളം അപ്പൊ നമുക്ക് തസ്ബിയത്ത് തൽക്കീന്റെ ಬಗ್ಗೆ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും ഇപ്പൊ പിന്നെ ഞങ്ങൾ മയ്യത്തിന് പേര് കുറെ ഖുർആൻ ഓതുക അതേപോലെ ഞങ്ങൾക്ക് ദിക്ർ സ്വലാത്ത് എല്ലാം ചൊല്ലുന്ന ഞങ്ങൾ ഹദിയാക്കുന്നുണ്ടെല്ലാം ഉണ്ട് അപ്പൊ ഇതിന്റെ വിഷയത്തിൽ എനിക്ക് ഡൗട്ട് ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ മാർപ്പൊക്കെ കേട്ട പോലെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങാക്കിയത് ഞങ്ങൾ ഖുർആൻ അത് ഞങ്ങാക്കിയത് മാത്രം ഞങ്ങൾക്ക് ഒരു ആയത്ത് കേട്ട പോലെ അപ്പൊ ആ ആയത്തില് വെച്ച് നോക്കുമ്പോ
അപ്പൊ ആറാമത്തെ മറിച്ചിട്ട് ഞങ്ങ അങ്ക് ഓതിയെങ്കിൽ അത് അങ്ക് എങ്ങനെ പ്രതിഫലപ്പെട്ടത് അത് അതൊരു വിഷയത്തിൽ ഒരിക്കലും ചൊല്ലാമോ? ഈ ആയത്തിൽ ഇമാം ബഗവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ ചൊല്ല് ഈ ആയത്ത് അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിൽ ചൊല്ല ഹാദാ മൻസൂഖ്. ഈ ആയത്തില് മൻസൂഖ് എന്നെങ്കിൽ ഈ ആയത്തിന് വിധി ഇപ്പൊ ബാധകല്ല, അതിനെ ഹുക്കുമ് നസ്ഖ് ചെയ്ത് ഏത് പിന്നെ അങ്ങനെ ഉണ്ട്. ആയത്തില് മൻസൂഖ് ചൊല്ലുന്നത് മുന്നോൽ ചൊല്ലുന്നത് പിന്നെ അതിന് വിധി ഇല്ല, വേറെ വിധി ചൊല്ല് അങ്ങനെ ഇക്കട് അത് കയറ്റിക്കട് മൻസൂഖല്ല. സാധാരണ ആൾമാർക്ക് അർത്ഥാവത്തിൽ പണിട്ടിക്കുന്നത്. അപ്പൊ ഈ ആയത്ത് മൻസൂഖാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് അതിന് ഹുക്കുമ് മൻസൂഖ് ആയത്ത് മൻസൂഖ് അല്ല, ഹുക്കുമ് മൻസൂഖ് ചെന്നാൽ അതിന് വിധി ഇപ്പൊ ബാധകമാണ്. എന്ത് അൽഹഖ്നാ ബിഹിം ദുർരിയതഹും ചൊന്നിട്ട് ഖുർആനിൽ പിന്നെ വന്നത് ഇങ്ങനെ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും ഏനെ ബാപ്പമാരെ നല്ലത് കൊണ്ടിട്ട് മക്കളെ സ്വർഗത്തിൽ കടത്തരുത് എന്നായത്തുണ്ട്. അപ്പൊ ആ ആയത്ത് കൊണ്ട് ഈ ആയത്തിനെ നസ്ഖ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ല ഇപ്പൊ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് തന്നെ എന്തായിട്ടില്ല, കള്ളുകുടി ആറാമാക്കിയിട്ടില്ല. അതുകൊണ്ട് വലറുബുസ്വലാത്ത വാന്തും സുക്കാറും കള്ളു കുടിച്ചിട്ട് നിസ്കാരത്തിൽ പോകണ്ട എന്നായിട്ടൊക്കെ ചൊന്നത്. അപ്പൊ അത് ആദ്യകാലത്തെറ്റിക്കണം. അപ്പൊ അല്ലാന്തും മുൻതാവും കള്ളുകുടി നിപ്പാട്ടാറായില്ലേ എന്ന് കർശനമായി വിരോധിച്ച ആയത്ത് പിന്നെ വന്നത്. അപ്പൊ ആ ആയത്ത് കൊണ്ട് ഈ ആയത്ത് മൻസൂഖായിട്ടിരിക്കുക. പിന്നെ ആ ആയത്തിന് ഹുക്കും ഇപ്പൊ ബാധകല്ല എന്ന്. അപ്പൊ അങ്ങനെ തന്നെ ഈ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും എന്ന ആയത്ത് കൊണ്ട് ഈ ആയത്ത് മൻസൂഖാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്ലും. മുഫസ്സിരീങ്ങൾ വെച്ച് വലിയ മുഫസ്സിർ നബിയുടെ സ്വഹാബിയായിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇനി ഈ ആയത്ത് നമുക്ക് എന്താക്കാം, ഈ ആയത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാനോ അലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ ചൊല്ലെങ്കിൽ ഇനിയിപ്പൊ ഈ ആയത്ത് നമുക്ക് അർത്ഥം വെക്കാൻ അവന്റെ അധ്വാനം മാത്രം അവന് ഗുല്യം ചൊല്ലിട്ടുണ്ടെങ്കിൽ അവന് മരിച്ചാൽ പിന്നെ അവന് കിട്ടുന്നതൊക്കെ അവന്റെ അധ്വാനത്തെ ഭാഗത്തിൽ പെട്ടത് തന്നെയായിട്ട് അവനവനാക്കിയത് മാത്രമേ അവന് കൊല്ലേണ്ടത്. അപ്പോ ഇപ്പൊ ഒരാള് നല്ല മനുഷ്യന്മാരായിട്ട് നല്ല നിലക്ക് പെരുമാറിയ ഒരു മനുഷ്യൻ, നല്ല പള്ളികളിലും വന്നു ഈ നാളുമാറായിട്ട് കൂടിയ 100 മനുഷ്യൻ നല്ല ഒരാൾക്ക് അയാൾ മരിച്ചിട്ട് കണ്ടെങ്കിൽ ഞങ്ങളതായത്തൊക്കെ എങ്ങനെ എത്തിക്കരുത് ചൊമ്മ ആൾമാർ മയ്യത്ത് നിസ്കരിക്ക് കൂട്ടുകാറ് വേറൊക്കെ കൂട്ടുകാറ് അയാളെ മധു ചൊല്ലാറ് അയാൾക്ക് വേണ്ടി കൂടാൻ പാടുക. അതേ സമയത്ത് ഒരു കള്ളുകുടിയും ഒരു വേണ്ടാത്ത ചെയ്യുന്ന മനുഷ്യനാണെങ്കിലോ അവിടെ അത്ര ആളും കൂടുതലല്ല. അപ്പോ ഈ മരിച്ചൽ പിന്നെ അവനക്ക് വേണ്ടി ദ്വാരക്കൊണ്ടും ഖുർആൻ ഓതും ഹയാത്ത് കാലത്ത് ആക്കിയ നല്ലതിരെ കാരണം കൊണ്ട് തന്നെ. അപ്പൊ അവന്റെ അധ്വാനം തന്നെ ആയിട്ട് ക്ലിയർ ಇದ್ರೆ ಅವರ ಪ್ರತಿಫಲದ ಔಟ್ಕಮ್ ಆಯ್ತು ചൊന്നത് ഏതൊരു മനുഷ്യർക്ക് അവനവൻ അധ്വാനിച്ചത്. അപ്പൊ അവൻ ജനങ്ങളൊക്കെ നല്ല നിലക്ക് പെരുമാറിയത് കൊണ്ട് അവൻ ആ നിലക്ക് ചെയ്തില്ലെങ്കിൽ ആറ് മുട്ട പോയി. അപ്പൊ അവന്റെ അധ്വാനത്തെ ഭാഗം തന്നെ ആയിട്ട് ഞങ്ങളെ ഓതവനക്ക് കിട്ടരുത് അല്ല ഞങ്ങ ഇപ്പൊ ഓതുള്ള കാരണം എന്തേ അവന്റെ അധ്വാനം തന്നെ ഏറ്റിക്കരുത്. അപ്പൊ അവന്റെ അധ്വാനത്തെ ഫലം തന്നെ ഏറ്റിക്കരുത്. അപ്പൊ ഈ ആയത്തിൽ ചെന്നേക്ക് വിരോധം അല്ല. ഇനി അവൻക്ക് ഞങ്ങളെ കൊണ്ട് ഇത് ഉപകാരം കിട്ടില്ല കണ്ടെങ്കിൽ ഖുർആൻ ഓതിയത് ഉപകാരം കിട്ടില്ലെന്നുണ്ടെങ്കിൽ റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ ഞങ്ങൾക്ക് മുന്നോട്ട് മരിച്ചു പോയക്കും പുറത്തു കൊടുക്കണം ഖുർആൻ എന്തെങ്കിലും ഇതുകാരൊക്കെ ചൊന്നത്. അപ്പൊ അവനവനാക്കിയത് മാത്രം അവനെ കൊണ്ടെങ്കിൽ ഒന്ന്. രണ്ടാമത് ഒരാളെ ഹജ്ജ് ചെയ്യാണ്ട് മരിച്ച അയാളെ ചെയ്യണല്ലോ. അപ്പൊ ഈ ഹജ്ജ് അവന്റെ തൊട്ട് വീട്ടുക ഇല്ല. ഒരാൾക്കൊരെ പിന്നെ അക്കന്ന് കടം വെച്ചിട്ട് മരിച്ചിട്ട് വെക്കാം, മക്കൾ ആ കടം വീടിയാണ് വെക്കാം, എന്നാ കട എങ്ങനെ വീട്ടിൽ. അപ്പൊ ഈ മരിച്ചങ്ങൾക്ക് വേണ്ടി ഹയാത്തിൽ നിന്ന് നല്ലത് ചെയ്താൽ കിട്ടും. ഏതേ ഖുർആൻ ഓതിയാലും അതിന്റെ സ്വഭാവം കിട്ടും. ഞങ്ങൾക്ക് ഇപ്പൊ അത് വെച്ചിട്ട് ഇതാക്കേണ്ടതില്ല. ഞങ്ങൾക്ക് എന്തായിട്ട് ഖുർആൻ ഇതാ ഹളത്തുമുൽ മരീമ അവിൽ മയ്യിത ഫഖൂലു ഖൈറ. ഒരു രോഗിയുടെ മുട്ടാമ ഒരു മയ്യത്തിലെ മുട്ടാമ നിങ്ങൾ ഹാജരായെങ്കിൽ നല്ലത് ചൊല്ലുകൊണ്ട് അത് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു കൊണ്ടാക്കിയത്. അത് ഇതായിട്ട് നിങ്ങൾ നല്ലത് ചൊല്ലുണ്ട്. നല്ലതിൽ വെച്ച് ഏറ്റവും നല്ലത് പരിശുദ്ധ ഖുർആൻ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. നല്ലതിൽ വെച്ച് കലാമിൽ വെച്ച് ഏറ്റവും അള്ളാഹുടെ കലാം പരിശുദ്ധ ഖുർആനുണ്ട്. ഇനി അത് രണ്ട് വലിയത്. അപ്പൊ ഒരു ഉഷാറില്ലാത്തതുകൊണ്ട് മുട്ടും ഖുർആൻ ഓതണത് രോഗി മരിക്കുക എടുക്കുന്നത്. അതായത് മയ്യത്തിന് മുട്ട ഹാജരായെങ്കിലും ഖുർആൻ ഓതണം. മയ്യത്തിന് ചൊല്ലത് കബറിന്റെ അവിടെ വെച്ചെങ്കിലും അത് മയ്യത്ത്
ഇനി അത് പോട്ട് മയ്യത്ത് നിസ്കാരത്ത് അള്ളാഹു അക്ബർ കൈ കെട്ടിട്ടുണ്ടല്ലേ ആ ഫാത്തി ഓതരല്ലേ അവിടെ ഫാത്തി ഓതരല്ലേ അപ്പൊ അതിരതായ ഗുണം ആ മയ്യത്ത് കിട്ടും. ഇപ്പൊ ഞങ്ങ ഇപ്പൊ അത് നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് എന്തായിട്ടിക്കണ്, ഞങ്ങൾക്ക് ഇമാം നവവി റളിയല്ലാഹു അൻഹു അതേ തന്റെ അൽ അദ്കാർ എന്ന കിതാബിൽ ചൊല്ലും. അപ്പൊ ഞങ്ങൾക്കിപ്പോ അത് നമ്മിപ്പോ ആയത്തെ അതിൽ ഡിസ്കസ് ആക്കേണ്ട ആവശ്യമില്ല. എന്തായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇമാമിങ് എത്ര തോന്നുന്നത് എന്നായിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക്. കാരണം അങ്ങനെ ലാക്ക് കണക്കിൽ ഹദീസ് പഠിച്ചാണ് വിശ്വസ്തരായ ആളുമാർ 700-800 വർഷത്തിന് മുന്നോട്ടുള്ള പണ്ഡിതന്മാർ അങ്ങനെ ദേശം അതാ വറവൈ ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാറിൽ 147-ാമത്തെ പേജിൽ ചൊല്ലും. അതെ ബാബുമായ കുലുബാദ് ദഫനി ദഫനാക്കിയാൽ പിന്നെ എന്തിനെ ചൊല്ലണം ചൊന്നവിടെ ചൊല്ല് വറവൈന ഫി സുനനിൽ ബൈഹഖി ബി ഇസ്നാദിൻ ഹസനി അന്ന ഇബ്നു ഉമർ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇസ്തഹബ്ബ അൻ യഖറഅ അലൽ ഖബ്രി ബഅദ ദഫനി അവ്വല സൂറത്തുൽ ബഖറ അവ്വല സൂറത്തുൽ ബഖറതി വഖാതിമതഹ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന സ്വഹാബി പിന്നെ ദഫൻ ചെയ്താൽ പിന്നെ സൂറത്തുൽ ബഖറയുടെ തുടക്കവും അവസാനവും ഓതവും സുന്നത്തായി അഭിപ്രായപ്പെട്ടു. ആര് ചൊല്ലേ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചൊന്നിട്ട് ആര് ബൈഹഖി റിപ്പോർട്ട് ആക്കിയതായിട്ട് അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത്. ഇല്ലേ അവിടെ ചൊല്ലിയാൽ അതിൽ തെല്ലുമുന്ന ചൊല്ലും ഖാല ഷാഫിയു വൽ അസ്ഹാബ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിന്റെ ശിഷ്യന്മാരായ ഇമാമിങ്ങൾ ചൊന്നത് യുസ്തഹബ്ബു അൻ യഖറഉ ഇൻദഹു ശൈഅൻ മിനൽ ഖുർആൻ. ദഫനാക്കിയാൽ പിന്നെ ഖുർആനിൽ നിന്ന് തെല്ലു ഓതണം. എന്നിട്ടോ ഖാലു അങ്ങനെ ചൊന്നത് ഇന്ന് ഫൈൻ ഖതമുൽ ഖുർആന കുല്ല ഖുർആൻ കംപ്ലീറ്റ് ഓതിയാൽ തന്നെ കാന ഹസന അത് ബലിനല്ലേ. അപ്പൊ ഈ ജാമ ഖത്ത ഓതുന്ന ചൊല്ലാറ് 3-4 കംപ്ലീറ്റ് ഖുർആൻ ഓതരെ. അപ്പൊ എത്ര ഖുർആൻ ഓതത്തിൽ അത്ര ഓതിക്കുന്നല്ല. കാരണം അവിടെ റഹ്മത്ത് ഞങ്ങൾ ഇന്നലെ ചൊന്നത് എന്തേ ഈ കമ്മനയുള്ള അവിടെ റഹ്മത്തിലെ മലക്കുന്നുണ്ട്, ഖുർആൻ ഓതരവിടെ റഹ്മത്തിലെ മലക്കുന്നുണ്ട്, ദിക്ർ ചൊല്ലവിടെ റഹ്മത്തിലെ മലക്കുന്നുണ്ട്. അതൊക്കെ ഈ മരിച്ച മയ്യത്ത് ഉപകാരപ്പെട്ടു. എവിടത്തോളം ചെന്നെങ്കിൽ ഈ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കിയ ഹദീസിലുണ്ട് നബി തങ്ങ ചണ്ട് ഖബർ ചെന്താക്കി ഈ തവലത്തെ പച്ച മടൽ കുത്തി എന്നിട്ട് ചെന്ന് ഇത് തസ്ബീ ചൊല്ലുമ്പോ ഈ മയ്യത്ത് അതിലെ കൊണം കിട്ടുകയാണ്. ഒരു മര തസ്ബീ ചൊല്ലുമ്പോ കൊണം കിട്ടുമെങ്കിൽ ഹയാത്തുള്ള മനുഷ്യന്മാർ ഖുർആൻ ദിക്ർ ചൊല്ലുമ്പോ കൊണം കിട്ടണ്ടേ. അപ്പൊ അത് കിട്ടുക എന്നുള്ളത് ഈ ഹദീസുകളിൽ നിന്നൊക്കെ വ്യക്തമാണ്. അപ്പൊ ഈ ഖുർആൻ ഓതരേക്ക് പ്രൂഫ് ചെന്നത് ഇപ്പൊ ഞങ്ങ അങ്ങനെ പേരിൽ ഭക്ഷണം കൊടുക്കണം, അതേപോലെ ഞങ്ങൾ സ്വതക്ക കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഇപ്പൊ മറിച്ചിട്ട് 3 നാളത്തെ ഞങ്ങൾ ഇങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കണം ഓതിട്ട് അങ്ങനെ അല്ലാത്ത കുറെ ആള് മത്സ്യങ്ങളുടെ പേരിലുണ്ട് സ്വതക്ക കൊടുക്കണം, മർഹൂമങ്ങളുടെ പേരിൽ സ്വതക്ക കൊടുക്കണം. അപ്പൊ ഇതുക്കുള്ള പ്രൂഫ് എന്ത് ഇതെങ്ങനെ മെയ്ത്ത് ഗുണപ്പെട്ടു അതെങ്ങനെ അനുസരിച്ചോളാം? ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വന്നിട്ട് നബി തങ്ങളുടെ കേക്ക് ഇന്ന ഉമ്മി എന്റെ ഉമ്മ സടനെ മരിച്ചു പോയി, ഒരു പലക്കര ഒരു ഗ്യാപ്പ് കിട്ടിനെങ്കിൽ ഉമ്മ സദക്കയാക്കാൻ ഫഹല്ലഹ അജ്റുൻ ഇൻ തസദ്ദഖ്തു അൻഹാ. ആ ഉമ്മയുടെ തൊട്ട് ഞാൻ സദക്ക കൊടുത്തെങ്കിൽ ഉമ്മകതിന് പ്രതിഫലം കിട്ടുക, അതിന് കൂലിയുണ്ടാ. കാലനാം അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല അതേ ഉണ്ട്. അപ്പൊ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസായിട്ട് കിട്ടിയത് മരിച്ചുപോയ ഉമ്മയുടെ തൊട്ട് ഞാൻ സദക്കയാക്കിയെങ്കിൽ ഉമ്മക്ക് പ്രതിഫലം കിട്ടാനായിട്ട് ആ സ്വഹാബിക്ക് കിട്ടുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്. അപ്പം ചോറ് കൊടുക്കുന്നത് സദക്ക എന്നുള്ളത് ചോറാണെങ്കിലും പൈസ കൊടുത്തെങ്കിലും അരി കൊടുത്തെങ്കിലും അത് 3-2 കൊടുത്തെങ്കിലും 40 കൊടുത്തെങ്കിലും കണ്ടെങ്കിലും വർഷത്തെ ആണ്ട് കൊടുത്തെങ്കിൽ എപ്പോൾ കൊടുത്തെങ്കിലും അത് സദക്ക തന്നെയല്ലേ. അപ്പോൾ അവിടെ ലിമിറ്റ് എന്തും വെച്ചിട്ടില്ല, അതൊക്കെ കൂലി ഉണ്ട് എന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അപ്പൊ സദക്കയുടെ കൂട്ടത്തിലുള്ള സദക്ക ഏറ്റിക്കുന്നത് ഭക്ഷണം എന്നുള്ളത്. അതുപോലെ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വന്നിട്ട് നബിയുടെ ചോദിച്ചല്ലേ നബിയെ ഉമ്മ നന്റെ ഉമ്മ മരിച്ചിട്ട് നാ ഉമ്മയുടെ തൊട്ട് സദക്കയാക്കട്ടെ. കാലനാം അതൊക്കെ സദക്കയാക്കണം. ഫയ്യ സദക്കത്തിൻ അഫ്ളലു. അപ്പൊ അയാൾ കേൾക്കല് ഏത് സദക്കയായിരിക്കും അഫ്ളലായത്? കാല സഖ്യുൽ മാ. അപ്പൊ സഅദ് ഇബ്നു ഉബാദ എന്താക്കിട്ട്
ഒരു കിണറ്റിട്ട് ആ കിണറ്റില് തന്നി കുടിക്കുള്ള സൗകര്യമാക്കി കൊടുക്കുക. അപ്പൊ ഏറ്റവും വലിയ സ്വതക്കായിട്ട് ഈ തന്നി എന്നുള്ളത്. അപ്പൊ അതല്ല ഈ ഇനിയിപ്പ ബിരിയാണി കൊടുക്കണം, ചോറ് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. സദക്ക കൊടുക്കണം ചൊല്ലുമ്പോ സദക്കത്തെ ഭാഗത്തിൽ പള്ളി കെട്ടുണ്ടാവട്ടെ, മദ്രസ കെട്ടുണ്ടാവട്ടെ, അല്ലെങ്കിൽ പാവത്തങ്ങളെ സഹായിക്കലാവട്ടെ, അരി കൊടുക്കലാവട്ടെ, ചോറ് കൊടുക്കുക, ഇതൊക്കെ അതേതായിട്ടുണ്ട്, സദക്കയായിട്ടില്ല. ಇದರ ಭಾಗമായിട്ട് 10 രൂപ ಅಂದ್ರೆ ಈ ಉಪ್ಪು പിന്നെ അരി കൊടുക്കുകയും ഇവിടെ മറിച്ചൽ പിന്നെ മറിച്ചൽ പിന്നെ ഉപ്പ് അരി കൊടുക്കുകയാണ്. അതൊരു സദക്കയായിട്ട്. കാരണം ഈ കാലങ്ങളിലൊക്കെ ഒരു നേരത്ത് കഞ്ഞികാരില്ലാത്ത ആൾമാരുണ്ട്. അപ്പൊ ഈ സദക്ക ചൊല്ലിട്ട് അങ്ങനെ ഏറ്റവും വലിയ. അപ്പൊ അണ്ടത്തെ നാളാവത്തിലും എല്ലാവരാവത്തിലും അതിലൊരു ചോറാക്കിയിട്ട് ഉണ്ണുമ്പോൾ ഏറ്റവും വലിയൊരു സദക്കയായിട്ട്. ആണിലൊക്കെ ഉപ്പ് മാറി ദഫനാക്കി പിന്നെ കൊടുക്കുക. പിന്നെ ഈ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നബി തങ്ങളെ സ്വഹാബാക്കളെ കാലത്ത് തന്നെ ഉള്ള സംഭവമായിട്ടുണ്ട്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അൽ ഹാവിയിൽ ഫതാവയിൽ വിവരിക്കുന്നു. സുഫിയാന, മഹാനായ സുഫിയാൻ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് അൻ താവൂസ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്. താവൂസ് റളിയല്ലാഹു അൻഹു ചെന്നകാർ സ്വഹാബാക്കളെ കണ്ട താബിയുകളിൽപ്പെട്ട പ്രമുഖനായിട്ട് താവൂസ് റളിയല്ലാഹു അൻഹു. ഇന്നൽ മൗതാ യുഫ്തനൂന ഫീ ഖുബൂരിഹിം സബ്അൻ. മരിച്ചങ്ങളെ ഖബറിൽ 7 നാൾ എനിക്ക് ഭയങ്കര ഖബറിൽ ഫിത്നയായിട്ടിരിക്കണം. ചെന്നെങ്കിൽ മലക്കളെ ചോദ്യവും അതെല്ലാം ഇക്കണം. ഫകാനു യസ്തഹിബ്ബൂന അൻ യുത്ഇമു അൻഹും തിൽക്കൽ അയ്യാം. അതുകൊണ്ട് ആ നാളുകളിൽ എന്താക്കടെ ഭക്ഷണം കൊടുക്കടേ എന്നത് ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം ഭക്ഷണം എന്നുള്ളത് സ്വതക്കയാണ്. അപ്പോൾ മയ്യത്തിന് തൊട്ട് സദക്ക കൊടുക്കുമ്പോൾ അതിലെ ഉപകാരം ആര് കിട്ടുന്നത്? ഈ മയ്യത്ത് കിട്ടും. സദക്കാൻ ചൊല്ലത് നരകത്തെ തൊട്ട് തടയില ഒന്നായിട്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നില്ലേ, നരകത്തെ തൊട്ട് നീ കാക്കോ വരോ ബിശിക്ക് തമ്ര, ഇടിക്കാരൊക്കെ കൊടുക്കത്തിയില്ലെങ്കിൽ ഒരു കാരക്കിടെ കൂട് സദക്കയാക്കിയിട്ടെങ്കിലും. അപ്പൊ സദക്കാൻ ചൊല്ലത് നരകത്തെ ശിക്ഷ തൊട്ട് തടയില ഒന്നായിട്ടിരിക്കുന്നത് സദക്ക. അതുകൊണ്ട് നബിയുടെ സ്വഹാബാക്കൾ എന്താക്കിയിരുന്നത് 7 നാള് ഭക്ഷണം കൊടുക്കാനൊന്ന് ഇഷ്ടപ്പെട്ടിരുന്നത്. ഇത് താബിയുകളിൽപ്പെട്ട പ്രമുഖനായിട്ടിരിക്കുന്നത് താവൂസ് റളിയല്ലാഹു അൻഹു. താവൂസ് റളിയല്ലാഹു അൻഹു ചൊന്നൂരിന്റെ ആര് ചൊല്ലേ? സുഫിയാൻ റളിയല്ലാഹു അൻഹു ആയിട്ട് ചൊല്ലേ. ഇത് അൽ ഹാവിയിൽ ഫതാവ ജന്നാമത്തെ വാജ്യം അതിൽ 178 പേജിൽ കാണാം. അതിൽ ചൊല്ലതാ. പിന്നെ അന്ന സുന്നത്തൽ ഇതാമി സബഅത അയ്യാം ബലഗനി അന്നഹ മുസ്തമിറത്തുൻ ഇലൽ ആന ബി മക്കത വൽ മദീന. അതിൽ ചൊല്ല് മക്കയിലും മദീനയിലും ഈ കാലം വരെ ഇതുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബായിട്ടിരിക്കുന്നത്. എന്നിട്ട് വല്ലാഹി അന്നഹ ലം തുത്റക് മിൻ അഹദി സ്വഹാബാക്കളെ കാലം മുതൽ അത് ഉപേക്ഷിച്ചിട്ടില്ല. ഇലൽ ആൻ ഇതുവരെ വന്നഹും അഖദു ഖലഫൻ അൻ സലഫ് ഇല സദറുൽ അവ്വൽ. അങ്ങനെ മുന്നള്ളിന്ന് ഇങ്ങനെ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത്. അപ്പൊ എന്തായിട്ട് സ്വദക്ക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കൾ എന്താക്കിയിരുന്നത്? ഭക്ഷണം വിതരണം ചെയ്തിരുന്നത്. അതുപോലെ ആണ്ടിന്റെ ദുആ, 3 ദുആ, അതുപോലെ 40 ദുആ, ഇതൊക്കെ ഇതിൽ പെട്ടത് തന്നെ ആയിട്ടിക്കല്. കാരണം ആണ്ടിന്റെ ദുആ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തേ ഖുർആാനോത്തരെ ദിക്റ് ചൊല്ല് ദ്വാരക്കടെ, അല്ലെ സ്വലാത്ത് ചൊല്ല് ദ്വാരക്കടെ, കുറേ ആളുമാർക്ക് ഭക്ഷണം കൊടുക്കടെ. അപ്പോൾ ഖുർആാനോത്തരെ ദിക്റ് ചൊല്ല് സദക്കയാക്കടെ. അതുപോലെ തന്നെ 3 ദുആവും 7 ദുആവും ആണ്ടുകും. അതിപ്പോൾ ഈ 3 ആക്കിയും കൊണ്ട് 40 എപ്പോൾ ആക്കിയെന്നുണ്ടെങ്കിലും അതിലെ സവാബ് ആ മരിച്ചങ്ങ് കിട്ടുക എന്നായിട്ടിട്ട് ഈ മേൽ ചൊന്ന മഹാന്മാരെ കിതാബുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ 3 ദുആ ആക്കൊണ്ടുണ്ടാ, 4 ദുആ ആക്കൊണ്ടുണ്ടാ, അങ്ങനെയൊന്നും കേൾക്കൊണ്ടില്ല. അതൊക്കെ ഇതിൽ പന്ത്. അത് എപ്പോൾ ആക്കിയെന്നുണ്ടെങ്കിലും അതിലെ സവാബ് കിട്ടുക. അപ്പോൾ പ്രത്യേകിച്ച് എന്താക്കുന്നത്, എല്ലാ നാളാക്കുക ഇല്ലെങ്കിൽ വർഷത്തിലൊക്കെയെങ്കിലും ആൾമാർ എന്താക്കുന്നത് മരിച്ചങ്ങളെ അങ്കൊരു ഹദിയ എന്ന നിലക്ക് അങ്ക് സവാബ് കിട്ടുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ ചെയ്തണം. മരിച്ചങ്ങൾക്ക് വേണ്ടി ഹയാത്തിൽ നിന്ന് മയ്യത്ത് നിസ്കരിച്ചത് കൊണപ്പുണ്ട്. മയ്യത്ത് നിസ്കാരത്തിൽ ഖുർആൻ അതിലെ മയ്യത്തിന് വേണ്ടി ദ്വാരക്ക് ഇതായിട്ട് പ്രധാനമായിട്ടുള്ളത്. അതുപോലെ മയ്യത്തിന് വേണ്ടി പിന്നെ അവിടെ തൽക്കീൻ ചൊല്ല്, തസ്ബീഹത്ത് ചൊല്ല്, ദ്വാരക്ക്. അപ്പൊ മനുഷ്യൻ മൗത്തായാലും പിന്നെ 3 കാര്യം പൊട്ടിപ്പോണ്ട്. അത് ഒന്ന് സ്വാലിഹായ സന്താനം. അപ്പൊ സ്വാലിഹായ സന്താനം അത് എന്തെങ്കിലും അതിന് കൂലി കിട്ടില്ല. പിന്നെ പേരത്തേക്ക് സ്വാലിഹായ സന്താനം ഇതാമാത്തൽ ഇൻസാൻ ഇൻകത്താമലും ഇല്ലാന്ന് അവിടെ ചെന്നവിടെ നിന്ന് ഒന്നാം പടിപ്പാട്ടി പോയാലും എന്റെ സ്വാലിയായ മക്കൾ അവന് വേണ്ടി ദ്വാരക്കടെ മക്കൾ
അപ്പൊ അതാണ് ഇത് ഇല്ലെങ്കിൽ ചൊല്ലത്ത ഈ അതിസിക്കല്ല ഇക്കല്ല. അതെ, ഇതാ മാത്രം ഇൻസാൻ ഇൻകത്തെ അമല്, ഒരു മനുഷ്യൻ മരിച്ചെങ്കിൽ അവന്റെ അമല് മുറിഞ്ഞിട്ടും ചൊല്ലെങ്കിൽ മരിച്ചും പിന്നെ നിസ്കരിക്കില്ല, നോമ്പൊടിക്കയില്ല, പിന്നെ എന്തില്ല. അപ്പൊ പിന്നെ ഓണ് ബാക്കി വെച്ച് പോയിരുന്ന സ്വാലിയായ മക്കൾ, ഓണക്ക് ദ്വാരക്കടെ മക്കൾ, ഓനാക്കിയ ജാരിയായ സദർക്ക, ഓൻ പടിപ്പാട്ടി പോയി അതല്ല അവനക്ക് എന്താക്കി അത് ഈ ഇത് അവനക്ക് കിട്ടിയോണ്ടിരിക്കരുത്. അപ്പൊ ഇൻകത്തെ അമലും ചൊന്നതിന്റെ അർത്ഥം ആരെന്ത് ദ്വാരം നിനക്ക് ഇതാക്കിയും കിട്ടില്ലാണ്ടല്ല. ഇൻകത്തെ അമലും ചൊന്നെങ്കിൽ ഏതാ നിസ്കരിക്കില്ല, നോമ്പ് പിടിക്കില്ല, ഹജ്ജാക്കില്ല. സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ ഞങ്ങൾ എല്ലാവരും പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് ഇനി എടുക്കാൻ നമുക്ക് വേറൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.